ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ 2 ഗോളുകൾക്കായിരുന്നു ഒളിമ്പിക് മാർസയെ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ കിലിയൻ എംബപ്പെ ഇരട്ട പെനാൽറ്റി ഗോളുകൾ നേടുകയായിരുന്നു. മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം നേടാൻ ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോക്ക് കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, കുറച്ചു കാലമായിക്കൊണ്ട് സാബി അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകാറില്ലായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട UCL മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതായത് കളിക്കാൻ കഴിഞ്ഞതിൽ ഹാപ്പിയാണ് എന്നാണ് റോഡ്രിഗോ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ബ്രസീലിയൻ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് തൻ്റെ ബുദ്ധിമുട്ടേറിയ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും സഹായിച്ചതും കാർലോ ആഞ്ചലോട്ടിയാണ് എന്നാണ് റോഡ്രിഗോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ന് കളിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഞാൻ ഇതുപോലെ കളിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി. കഴിഞ്ഞ സീസണിന്റെ അവസാനത്തിൽ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു കടന്നു പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഞാൻ മടങ്ങി വരികയാണ്. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിനും പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്കുമാണ് നന്ദി പറയുന്നത്. ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ എല്ലാവരേക്കാളും കൂടുതൽ മനസ്സിലാക്കിയിരുന്നത് ആഞ്ചലോട്ടിയായിരുന്നു. മാത്രമല്ല, അദ്ദേഹം എന്നെ ഏറെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് കാർലോ ആഞ്ചലോട്ടിയെ കുറിച്ച് റോഡ്രിഗോ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിന് വേണ്ടിയുള്ള ആ ഒരു ടീമിൽ ഇടം നേടാൻ റോഡ്രിഗോക്ക് കഴിഞ്ഞിരുന്നില്ല. ആഞ്ചലോട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയായിരുന്നു. പക്ഷേ റോഡ്രിഗോ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ എന്തായാലും അദ്ദേഹത്തെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരികെ കൊണ്ടുവരും എന്ന ഒരു ഉറപ്പ് ആഞ്ചലോട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.